ഇന്ന് സഫല അല്ലെങ്കിൽ തൃപ്രയാർ ഏകാദശിയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും സഫലമായി കിട്ടുമെന്നാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി പ്രാപ്തമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഏകാദശി എന്ന് പറയുന്നത്. ഇന്ന് വ്രതമെടുക്കാൻ സാധിക്കാത്തവർ നോൺ വെജ് കഴിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ചാലും മതിയാവും. ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശിയുടെ വളരെയധികം പ്രത്യേകതയുള്ള ഹരിവാസര സമയം വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:44 ആരംഭിച്ച് നാളെ അതികാലെ 3:44 അവസാനിക്കുന്നത്. ഈ ഒരു സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെയധികം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുമാത്രവുമല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു റിച്വലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ ഒരു മഞ്ഞ കളറിലെ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ മഞ്ഞ കളറിലെ തുണി എടുക്കാവുന്നതാണ്. അതിലേക്ക് 11 പൊട്ടാത്ത പച്ചരി ഓം നാരായണായ ചൊല്ലിക്കൊണ്ട് വെക്കണം. ഒപ്പം 1 രൂപയുടെ ഒരു നാണയവും വെച്ചിട്ട്, പേപ്പറാണെങ്കിൽ അത് നന്നായിട്ട് മടക്കണം, തുണിയാണെങ്കിൽ അതൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള നിലവിളക്കിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയുടെയോ അടുത്ത് 24 മണിക്കൂർ നമ്മളത് അനക്കാതെ വെക്കണം. അത് വെക്കുന്നതിന് മുൻപായിട്ട് അത് നമ്മൾ നമ്മുടെ വലത്തേ കൈയിൽ പിടിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിച്ച്, ഈ ജന്മത്തിൽ അറിഞ്ഞുമറിയാതെയും ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്ത് എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നടന്നു കിട്ടേണ്ടുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. 24 മണിക്കൂർ അത് അവിടെ അനക്കാതെ തന്നെ വെക്കണം. അതിനുശേഷം നിങ്ങൾക്കതെടുത്ത് ഒന്നെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൈസ വെക്കുന്നിടത്തോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഈ മാസം അവസാനം വരുന്ന ഏകാദശിയുടെ അന്ന് അത് എടുത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലെ അരികൾ കളയാം, പേപ്പറും അതേപോലെ കളയാം. 1 രൂപ നാണയം ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതിയാവും. ഇതുവഴി നമ്മൾ അറിഞ്ഞുമറിയാതെയും ചെയ്ത ദോഷങ്ങൾ മാറി നമുക്ക് ഐശ്വര്യം വരും. ഇനി ഈ ഏകാദശിയുടെ പാരണാ സമയമെന്ന് പറയുന്നത് നാളെ ചൊവ്വാഴ്ച രാവിലെ 6:37 10:27 ഇടയ്ക്കുള്ള സമയമാണ്. ആ സമയത്ത് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയോ തുളസി തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാരണ വീടാവുന്നതാണ്.